ആണ്ടുവട്ടത്തിലെ 20-ാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ സുവിശേഷം ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, യേശുവിൻ്റെ പ്രേഷിത ദൗത്യം ഭൂമിയിൽ തീയിടലാണ്. വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ തീ പ്രതീകങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമതായി ദൈവസാന്നിധ്യം, ദൈവസ്നേഹം എന്നതിൻ്റെ പ്രതീകം. രണ്ടാമതായി പാപികളുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധിയുടെ പ്രതീകം. മൂന്നാമതായി ദൈവിക വിശുദ്ധീകരണത്തിൻ്റെ പ്രതീകം. നാലാമതായി ദൈവിക തീഷ്ണതയുടെ പ്രതീകം. അഞ്ചാമതായി ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ സൂചനയായി അബ്രാഹവുമായുള്ള ഉടമ്പടിയിൽ അഗ്നിയെ കാണാൻ കഴിയുന്നു. ആറാമതായി ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവമായ കർത്താവ് ജ്വലിക്കുന്ന അഗ്നിയാണെന്ന് മനസ്സിലാക്കുന്നു. ഏഴാമതായി ശുദ്ധീകരണത്തിനുള്ള ഉപാധിയായി തീ നാം മനസ്സിലാക്കുന്നു. എട്ടാമതായി ദുഷ്ടരെ ശിഷ്ടന്മാരിൽ നിന്ന് വേർതിരിക്കുന്നതിനും ദുഷ്ടർക്കുള്ള ശിക്ഷയായും അഗ്നിയെ കാണാവുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഒൻപതാമതായി അന്ത്യവിധിയെ സൂചിപ്പിക്കാനുള്ള ഉപാധിയായി തീ നിലനിൽക്കുകയാണ്. പത്താമതായി ദൈവാത്മാവിനോടും മാലാഖമാരോടും ന്യായവിധിയോടും അഗ്നിയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. ഈ തിരുവചന ഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ യേശു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തീ നാശത്തിനുള്ളതല്ല, മറിച്ച് ഒരു സമ്പൂർണമായ മാറ്റത്തിനുള്ളതാണ്. മനുഷ്യ ശരീരങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണർത്തുന്ന അഗ്നിയാണ്. അത് മാനസാന്തരത്തിനുള്ള വഴി തെളിക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കത്തിച്ചു കളയുകയും ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം കൂടുതൽ പ്രശോഭിതമാവുകയും ചെയ്യും തീയിലൂടെ. 2, യേശുവിൻ്റെ സുവിശേഷം ലക്ഷ്യം വയ്ക്കുന്നത് യേശുവിൻ്റെ പ്രേഷിത ശുശ്രൂഷയുടെ ലക്ഷ്യമാണ്. യേശുവിന് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ടെന്നുള്ളതാണ് യേശു ഓർമ്മപ്പെടുത്തുന്നത്. ഈ സ്നാനം എന്നത് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സൂചനയാണ്. യേശുവിൻ്റെ സഹനവും മരണവും ഉയിർപ്പുമാണത് സൂചിപ്പിക്കുന്നത്. ദൈവം ഏറെ സ്നേഹിച്ച ലോകത്തെ ദൈവരാജ്യമാക്കി മാറ്റാൻ വേണ്ടി സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ യേശു കടന്നു പോവുകയും സഹനങ്ങളിൽ മുങ്ങി നിന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ കൃപ അപേക്ഷിച്ചുകൊണ്ട് അവരുടെ കഷ്ടതകളിലും ബുദ്ധിമുട്ടുകളിലും മുങ്ങിത്താഴുന്ന സ്നാനമാണ്. അതായത് അവർക്ക് വേണ്ടി അവരോടൊപ്പം അവരിലൊരുവനായി സഹനങ്ങളെ ഏറ്റെടുക്കുന്ന, സഹനങ്ങളിൽ കുളിക്കുന്ന, സഹനത്തെ സ്വീകരിക്കുന്ന യേശുവിൻ്റെ സ്നാനമാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി യേശുവിൻ്റെ പ്രേഷിത ശുശ്രൂഷയുടെ ലക്ഷ്യം സുവിശേഷ വഴിയിൽ വെല്ലുവിളികളും സഹനവും ഉണ്ടാകും. അവിടെ രക്തബന്ധമല്ല വേണ്ടത്, പിന്നെയോ കർമ്മബന്ധമാണ് പ്രധാനം. പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വാസം ജീവിക്കുവാനുള്ള ഉൾവിളിയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയാണ്. ഭിന്നത എന്നത് നന്മയും തിന്മയും തമ്മിലുള്ളതാണ്. നന്മ ജയിക്കും, തിന്മ പരാജയപ്പെടും. ദൈവം എല്ലാവരോടും കരുണയുള്ളവനാണ്. കാരുണ്യത്തിൽ ജീവിക്കുക, ജാഗ്രതയോടെ തളരാതെ മുന്നേറുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.